അവളങ്ങനെ കണ്ടോ? കണ്ടെങ്കിൽ ഇത് ഇവിടെ എത്തൂ. നീ വേഗം തുറക്ക്, എന്നിട്ട് പെട്ടെന്ന് അങ്ങ് അടച്ചേക്കണം. നിന്റെ അമ്മ ഇതിന്റെ മണം വരെ പിടിക്കും. അച്ഛൻ പറഞ്ഞ കറക്റ്റാ, വായില് വെള്ളം ഓർന്ന മണം. ആലോചിക്കാണ്ട് വേഗം ഒരെണ്ണെടുത്ത് കഴിക്ക്, ഇല്ലെങ്കിൽ നിന്റെ കൊതി എനിക്ക് പറ്റും. എന്നാലും ഇങ്ങനെ ഒരു ആങ്ങളെയും പെങ്ങളും വേറൊരിടത്തും കാണില്ല. അവരുടെ മക്കളും അങ്ങനെ തന്നെ ആവണം. ആങ്ങളെയും പെങ്ങളും ആവണം എന്നല്ല കേട്ടോ. പിന്നെ നിങ്ങൾ മുറപ്പെണ്ണും മുറച്ചെറുക്കനാ. ഇതിപ്പോ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ തമ്മിൽ കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഓ, ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പുറത്തു വെച്ച് കണ്ടുകൂടെ? പിന്നെ പുറത്തു വെച്ച് തുളസിയെ കാണാൻ ധൈര്യമുള്ള ഒരാള് കണ്ടാലും മതി. എടാ, തുളസി ചിലപ്പോ റെഡിയായിരിക്കും. നീ നിന്റെ അമ്മയെ പിടിച്ച് പോവോടാ. അങ്ങനെ തന്നെ കൊച്ചാക്കൊന്നും വേണ്ട. ഞങ്ങളെ കഴിഞ്ഞ ദിവസം പോലും പുറത്തു വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ തെളിവ് വേണോ? എന്ത് തെളിവ്? അല്ലെങ്കിൽ ഞാനിത് അച്ഛനെ കാണിക്കണമെന്ന് വിചാരിച്ചതാ. നോക്ക്. നന്നായിട്ടുണ്ട്. നിങ്ങൾ തമ്മിലേ നല്ല ചേർച്ചയാ. ഈ ചേർച്ച എന്നും നിലനിൽക്കട്ടെ. നീ എന്തായി ആലോചിക്കുന്നേ? ഈ ഫോട്ടോ കണ്ട് അച്ഛനെ പോലെ സന്തോഷിക്കാൻ അമ്മയ്ക്കും കഴിഞ്ഞിരുന്നെങ്കിലും ഓർത്തതാ. അതെ, എല്ലാം ശരിയാവും ഉടച്ചക്ക. ദൈവം പണ്ടേ നിങ്ങളെ തമ്മിൽ ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെന്താ, ഒന്ന് രണ്ട് ഉണ്ണിയപ്പം കൂടെ എടുത്തോട്ടെ. നിങ്ങൾ അമ്മയും മോളും കൊള്ളാലോ. ഇനി എപ്പോഴാ വീട്ടിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നത്? ഇനി ആ പരിപാടി നടക്കും തോന്നുന്നില്ല. ആ ഈനാമ്പേച്ച് ഞങ്ങളെ കണ്ടു. സുലു അവര് ദുർഗാമ്മയെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ദുർഗേച്ചി നിങ്ങളെ കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ സുലുവിന് തെറ്റിയതാണെന്നേ വിചാരിക്കൂ. ഏയ്, അവര് തമ്മിലുള്ള കൂട്ടച്ഛന് ശരിക്കും അറിയില്ല. ദുർഗാമ്മ ചിലപ്പോ മാമനും ആദ്യം പറയുന്നത് അവിശ്വസിച്ചേക്കും. പക്ഷെ സുലു പറഞ്ഞ അവര് കണ്ണു അടച്ച് വിശ്വസിക്കും. ഇനിയിപ്പോ വീടിന് മുമ്പിലൊന്ന് ഒളിഞ്ഞു നോക്കിയെന്നും പറഞ്ഞ് ദുർഗേച്ചി വഴക്കിന് വരുമോ? അതിനും ഞങ്ങൾ ഒളിഞ്ഞു നോക്കിയില്ലല്ലോ. റോഡിൽ നിന്ന് നേരിട്ടല്ലേ നോക്കിയത്. ചോദിക്കാനിങ്ങ വരട്ടെ, ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഏട്ടനെ കണ്ടതിന്റെ സന്തോഷം പ്രിയയുടെ മുഖത്ത് കാണാനുണ്ട്. അമ്മ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ അച്ഛാ. ദുർഗാമ്മ വരുന്നത് കണ്ടപ്പോഴേ എന്റെ കൂടെ സിനിമ സ്റ്റൈലിലല്ലേ മുങ്ങിയത്. അത് പിന്നെ ദുർഗേച്ചി നമ്മൾ അവിടെ കണ്ട പ്രസാദേട്ടനോ ആദിക്കോ അല്ലേടി അതിന്റെ ശിക്ഷ കിട്ടുക. അവരെ പിന്നെ നമ്മൾ രക്ഷിക്കണ്ടേ? അപ്പോ ആദിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ പ്ലാനിങ് മൊത്തം ഞാനും അവനും കൂടിയായിരുന്നില്ലേ. അവൻ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്നതുകൊണ്ടാ ഇന്നത്തെ ഓപ്പറേഷൻ സക്സസ് ആയത്. ആദ്യം ഇപ്പൊ പഴയ പോലെ അല്ല, എന്തിനും കൂടെ നിക്ക. ഇതുവരെ അവൻ അമ്മയുടെ മകൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ അവൻ അച്ഛന്റെ മകനും കൂടിയാ. എന്റെ ഫോണിൽ ഇറങ്ങിയെന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ചിലപ്പോ ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാൻ ആദ്യമായിരിക്കും. ഈയിടെ ആദിയെക്കുറിച്ച് പറയാൻ അവൾക്ക് 100 നാവാണല്ലോ പ്രിയേ. അതെ, പിന്നെ അവളിത് പ്ലാൻ ചെയ്തതേ എനിക്കും ഏട്ടനും തമ്മിൽ കാണാൻ വേണ്ടി മാത്രമല്ല, അവൾക്കും ആദിക്കും തമ്മിൽ കാണാൻ വേണ്ടിയാ. അതെങ്ങനെ നിനക്കറിയാം?
അവർക്ക് വേണമെങ്കിൽ പുറത്തു പോയി കണ്ടൂടെ? ഇത് അതുപോലെ ആവൂ? ഇത് ഞങ്ങളുടെ മുമ്പിൽ വെച്ചുള്ള കാണലല്ലേ? തമ്മിൽ കണ്ടപ്പോഴുള്ള അവരുടെ നോട്ടവും ഭാവവും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. ചേട്ടനും കൂടി ഒന്ന് കാണണമായിരുന്നു. നമ്മൾ ആഗ്രഹിച്ചെടുത്ത് നമ്മുടെ മക്കളെത്തി. ഇനി ദുർഗേച്ചി ഒന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി. അവരുടെ കല്യാണം നമുക്ക് നടത്താം. അയ്യോ ചേട്ടാ, അടുപ്പത്ത് കുക്കർ വെച്ചിരിക്കാൻ ഞാൻ ഇപ്പൊ വരാം. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മറന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോ തെറ്റും കുറ്റവുമാണ് ചെയ്തതെന്ന് നിനക്കറിയാം. തെറ്റ് സംഭവിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയാ അത് തിരുത്തണം. അമ്മേ. അതെ ആദിത്യ, അതിനിനിയും സമയമുണ്ട്. താലികെട്ട് കഴിഞ്ഞ ഉടനെ നിനക്ക് ഈ അമ്മയെ വന്ന് കാണാൻ തോന്നിയത് നന്നായി. അമ്മയല്ലേ മോനെ തിരുത്തേണ്ടത്. നീ അറിവില്ലാതെ ഇവളുടെ കഴുത്തിലൊരു താലി കെട്ടിപ്പോയി. അല്ല, ഇവള് നിന്നെ കൊണ്ട് നിർബന്ധിച്ച് താലി കെട്ടിച്ചു. ആ താലി അമ്മയുടെ മുമ്പിൽ വെച്ച് ഇപ്പൊ തന്നെ എന്റെ മോനങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. അമ്മേ. അങ്ങനെ പറയലമ്മേ. ഞങ്ങൾക്ക് പിരിയാൻ കഴിയാത്തോണ്ടമ്മേ ഞാനും തുളസിയും കല്യാണം കഴിച്ചത്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണോ അമ്മേ? അതിന് അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം. അയ്യോ, എന്റെ മുമ്പിൽ രക്ഷ തേടി വന്നാൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. പൊട്ടിച്ചു കളയടാ ഈ താലി. അമ്മേ. അതോ ഞാൻ തന്നെ പൊട്ടിച്ചെറിയണോ? വേണ്ടമ്മേ. അമ്മ പൊട്ടിക്കല്ലമ്മേ. അത് പൊട്ടിക്കല്ലമ്മേ. ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. മാറടാ അങ്ങോട്ട്. നീ എന്താടി വിചാരിച്ചേ? എന്റെ മകനെ കൊണ്ടൊരു മിന്നു കെട്ടിച്ചാൽ നീ ഈ വീട്ടിലെ മരുമകളാവുന്നോ? എങ്കി ഇതിനി നിന്റെ കഴുത്തിൽ വേണ്ട. അമ്മേ, അമ്മ വേണ്ടമ്മേ.
നിങ്ങളുടെ മകൻ കെട്ടിയ എന്റെ ഈ താലി പൊട്ടിച്ചെറിയാൻ ദുർഗാമ്മയ്ക്ക് ഒരു മനസാക്ഷിക്കുത്തും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മാമൻ കെട്ടിയ ഈ താലി ദുർഗാമ്മയുടെ കഴുത്തിൽ നിന്ന് പൊട്ടിക്കാൻ എനിക്ക് വിഷമമുണ്ട്. എന്നാലും സ്വന്തം താലി സംരക്ഷിക്കാൻ ഒരു പെണ്ണ് ഏതറ്റം വരെയും പോവും ദുർഗാമ്മ. പ്രായത്തിൽ മൂത്തത് ദുർഗാമ്മ ആയതുകൊണ്ട് ആദ്യം ദുർഗാമ്മ തന്നെ പൊട്ടിക്കും. കണ്ടില്ലേടാ, കണ്ടില്ലേ? നീ കെട്ടിക്കൊണ്ടുവന്നവൾ എന്നോട് കാണിച്ചത്. ഇറക്കി വിടറാ ഇവളെ. പറഞ്ഞതനുസരിക്കടാ. ഇത് എന്റെ വീടാ. ഒരു നിമിഷം ഇവളെ ഇവിടെ നിർത്താൻ പറ്റില്ല. ഇറക്കി വിളെ. ഇറക്കി വിടറാ. നിർത്ത. ഇനി എന്റെ ഭർത്താവിനെ തൊട്ടുപോകരുത്. നിന്റെ ഭർത്താവ്? അതിനു മുമ്പ് ഇവൻ എന്റെ മകനാ. ഞാനിവനെ തല്ലും കൊല്ലും. അത് ചോദിക്കാൻ നീ ആരാടി? അമ്മയൊന്നും മതിയാക്ക് പ്ലീസ്. എടോ, തൊടരുതെന്ന് പറഞ്ഞ തൊടരുത്. തുളസി വിട്. തുളസി അമ്മയുടെ കയ്യിൽ നിന്ന് പിടിവിടാൻ. ഇറക്കി വിടറാ ഇവളെ. നീ എന്റെ മകനാണെങ്കിൽ ഞാൻ നിന്റെ അമ്മയായിട്ട് ഇവിടെ ജീവനോടെ വേണമെങ്കിൽ ഇവളെ ഇറക്കി വിട്. ഇല്ല, എനിക്കാവില്ല. എന്നോട് പറയണ്ട. അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്തു. കണ്ടില്ലേടി, എന്റെ മോനാവൻ. നിന്നെ ഇറക്കി വിട്ടേക്കാൻ അവൻ പറഞ്ഞത് കേട്ടില്ലേ നീ? മോടിയുടെ ഇറങ്ങടി ഇങ്ങോട്ട്. ഓടി. വളെ എന്തുപറ്റി ചേട്ടാ? അത് എന്തോ സ്വപ്നം കണ്ടു. ഓ, ആ സമയത്തിനുള്ളിൽ ഇവിടെ ഇരുന്ന് മയങ്ങിപ്പോയി അല്ലേ? അമ്മ സൂക്ഷിക്കണം കേട്ടോ. പകൽ സ്വപ്നം അത്ര നല്ലതല്ല. കുഴപ്പമില്ല. നിന്റെ അച്ഛനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുക ചെയ്തത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ആരാ അച്ഛൻ സ്വപ്നത്തിൽ വന്ന് അച്ഛനെ പേടിപ്പിച്ച്? ദുർഗമ്മയാണോ? ചേച്ചേ, ഞാൻ ഒരു വ്യക്തതയില്ലാതെ എന്തൊക്കെയോ കണ്ടു ഞെട്ടിയതാണ്. ഡാഡി, ഞാൻ ഇറങ്ങി. ഇപ്പൊ വരാം. ആ, ശ്വേതയാ. അവളെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഇപ്പൊ വരാവേ. അതെ, ശ്വേതയാണോ ആദിയാണോ ആർക്കറിയാം. ഞാനിന്ന് മയങ്ങിയപ്പോ സ്വപ്നം കണ്ടത് ആദിയും തുളസിയും കല്യാണം കഴിച്ച് ദുർഗേച്ചിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പോകുന്നതായിട്ടാ. എന്നിട്ട് ദുർഗേച്ചി അവരെ അനുഗ്രഹിച്ചോ? അനുഗ്രഹിച്ചെങ്കിൽ ഞാൻ ഞെട്ടി ഉണരുവോ പ്രിയ? ദുർഗേച്ചി നമ്മുടെ മോളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വീടിന് പുറത്തേക്ക് തള്ളിവിടുന്നതായ കണ്ടത്.
ഈശ്വര, ഒരിക്കലും അവരുടെ മനസ്സ് മാറില്ല എന്നുള്ള സൂചനയാണോ ഇത്? സത്യം പറഞ്ഞ ആദിയുടെ പെണ്ണായി നമ്മുടെ മകൾ അവിടെ പോകേണ്ടി വരുന്നത് ഓർക്കുമ്പോ എനിക്ക് നല്ല പേടിയുണ്ട് പ്രിയ. ദുർഗീച്ച് ഒരിക്കലും അവൾക്ക് സമാധാനം കൊടുക്കില്ല. പറ്റുന്ന രീതിയിലൊക്കെ അവര് നമ്മുടെ മകളെ ഉപദ്രവിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും തുളസി ദുർഗേച്ചിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല. അവൾ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത് പോലെ അവിടെ ചെന്നാലും ദുർഗേച്ചിയോട് ഫൈറ്റ് ചെയ്ത് എന്നെ പിടിച്ചു നിൽക്കും. ഒരു യുദ്ധത്തിനാണോ പ്രിയെ നമ്മുടെ മകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടത്? സന്തോഷത്തോടെ ജീവിക്കാനല്ലേ? അതിപ്പോ അവളെ വേറെ എവിടേക്ക് അയച്ചാലും അവിടുത്തെ അമ്മായിമ്മ എങ്ങനെയാണെന്ന് നമുക്കറിയോ? ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടുപോയതിന്റെ പേരിൽ ചേട്ടൻ മാറി ചിന്തിക്കാൻ പോവാണോ? ആദ്യം തുളസിയും ഒരുമിക്കേണ്ടവരാ. അവരൊരുമിക്കുക തന്നെ വേണം. അതിന്റെ പേരിൽ എന്തുണ്ടായാലും നമുക്ക് സഹിക്കാൻ ചെയ്യട്ടെ. നമ്മൾ കാണേണ്ടിയും സഹിക്കേണ്ടിയും വരുന്നത് അമ്മായിയമ്മ മരുമകൾ പോരായിരിക്കില്ല, അമ്മയും മകളും തമ്മിലുള്ള പോരായിരിക്കും. എന്റെ ആഗ്രഹം അതിനു മുമ്പ് തുളസിയെങ്കിലും ആ സത്യം അറിയണമെന്നാ. ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരു അമ്മയും മകളെയും തമ്മിൽ തല്ലിച്ചതിന് ദൈവത്തിന്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ? ഇത്രയും ദിവസം അമ്മ ഗുരുവായൂർ നടയിൽ ഭജന ഇരിക്കാനോ? അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ അമ്മേ? എന്തെങ്കിലും വയ്യായ വന്നാ ആരുണ്ടാവുക? ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ വേറെ ആര് വേണം? മേൽപ്പത്തൂരിന് പുനർജന്മം കൊടുത്ത ആളല്ലേ. ഭക്തരെ കഷ്ടപ്പെടുത്തില്ല കൃഷ്ണൻ. ഞാനെന്തായാലും അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യാൻ പറയാം. അവരുടെ ഒരു ശ്രദ്ധയുണ്ടാവും. അമ്മ എത്രയും വേഗം പ്രാർത്ഥനയൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരാൻ നോക്കണം. അങ്ങനെ പറയാതടാ. അമ്മയ്ക്ക് അവിടെ അർപ്പിക്കാൻ ഒരുപാട് അർച്ചനകളുണ്ട്. പ്രിയെ നമുക്ക് ഈ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിനാദ്യമോനെയും തുളസിമോളെയും ഒന്നിപ്പിക്കണ്ടേ? ഉറക്കത്തില് ഈ അമ്മ കാണുന്നത് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാ. ആദിയും തുളസിയും തമ്മിൽ അകറ്റാൻ വേണ്ടി ദുർഗ ചെയ്യുന്ന ക്രൂരതകൾ. അവള് ചിലപ്പോ അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കാം. പക്ഷേ മനസ്സിന്റെ തോന്നലുകൾ അങ്ങനെയാ. അവള് അങ്ങനെ ചെയ്യില്ലെന്നൊന്നും പറയാനാവില്ല അമ്മേ. ഇതുവരെ ദുർഗ പയറ്റിയത് സ്വയം ജീവനൊടുക്കി കളയുന്നുള്ള ഭീഷണിയുടെ തന്ത്രമാ. അതിനി അത്രയ്ക്ക് വില പോവില്ല എന്നുള്ളത് അവൾക്കറിയാം. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ മംഗളപ്പച്ചി ഉണ്ടല്ലോ. അതെ, അവളാണ് ഈ കുടുംബത്തെ ബാധിച്ച ഏറ്റവും വലിയ കരുനിഴൽ. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ മംഗളെ ശപിക്കാനും വെറുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാം ഞാൻ ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുക. അമ്മ തിരിച്ചു വരുമ്പോഴേക്കും ഭഗവാന്റെ ചൈതന്യം ഈ കുടുംബത്തിനുണ്ടാകും. ആ ദുർഗ, അമ്മ നാളെ ഗുരുവായൂർക്ക് പോവാന്ന്. അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു മോനെ. ആഹാ, പ്രസാദേട്ടൻ പറഞ്ഞില്ലെങ്കിലും ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ ഈ ദുർഗ അറിഞ്ഞിരിക്കും. വെറുതെ അറിഞ്ഞു വെക്കുക മാത്രമല്ല, അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തും വെച്ചു. എന്ത് കാര്യങ്ങള്? കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ അലക്കി തേച്ച് വെക്കണ്ടേ? പോകാനുള്ള ബസ് ടിക്കറ്റ് വേണ്ടേ? അതൊക്കെ സുലുവിനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചു വെച്ചു. നാളെ അവള് തന്നെ അമ്മയോടൊപ്പം വരികയും ചെയ്യും. സുലു? അപ്പൊ ആദ്യം വരണ്ടേ അമ്മേ? സുലു വരുമെങ്കിൽ അതാ മോനെ നല്ലത്.
ആദ്യ പോയിട്ട് എന്ത് ചെയ്യാനാ പ്രസാദേട്ടാ? ഒന്നാമതേ അവൻ തനിച്ചെങ്ങും പോയി പരിചയമില്ല. പിന്നെ അമ്മ പറയുന്ന സത്രത്തിലൊന്നും ഒരു ദിവസം പോലും അവൻ തങ്ങുകയില്ല. സുലു ആവുമ്പോ 2 ദിവസം അമ്മയോടൊപ്പം നിന്ന് അവിടുത്തെ താമസവും ഭക്ഷണവും ഒക്കെ കൃത്യമാക്കി കൊടുത്തിട്ടിങ്ങ് പോരും. അങ്ങനെയെങ്കിലും അമ്മ വരുന്നവരെ സുലു അവിടെ നിന്നോട്ടെ. അമ്മയ്ക്കൊരു സഹായം ആവുകയും ചെയ്യും. പിന്നെ ആ ദിവസങ്ങളിൽ ഗുരുവായൂരമ്പലത്തിൽ കുളിച്ച് തൊഴുതാലേ അവളുടെ മനസ്സിലെ കുശുമ്പിനും കുന്നായ്മയ്ക്കും ഒരു കുറവും ഉണ്ടാവും. പ്രസാദേട്ടന്റെ മനസ്സില് അവളും ഞാനും ഒക്കെ അങ്ങനെയാണല്ലോ. എന്നിട്ടും വെടികൊള്ളുന്നത് പ്രസാദേട്ടന്റെ പവിത്രമായ നെഞ്ചിലാണെന്ന് മാത്രം. മോനെ എന്തോ പ്രസാദേട്ടാ? ഒന്നുമില്ല. എന്നാ പിന്നെ നിങ്ങൾ ഇരിക്കെ. വെറുതെ ദേ വടി കൈ തന്ന അടി വാങ്ങിക്കണോ പ്രസാദേട്ടാ? നല്ലോണം കുടിച്ചോ.